ഹായ്, ഇന്ന് മക്കൾ സ്കൂളിട്ട് വരുമ്പോഴത്തേന് ഞാൻ പാസ്ത ആയിട്ട് ഉണ്ടാക്കണത്. അപ്പോൾ ഒരു ബൗളിൽ കുറച്ച് പാസ്തൻ്റെ ഇതെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചു. ഈ പാസ്തൻ്റെ ഇത് അതിലോട്ടിട്ട് കൊടുത്തു. അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു കേട്ടോ. അത് തമ്മിൽ ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാനാണ്. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നാൽ ഈ ഒരു പരുവത്തിലാവുമ്പോൾ ഇതൊന്ന് കോരി മാറ്റട്ടോ. ഇതിൻ്റെ വെള്ളം അവിടെ ഇരിക്കട്ടെ, നമുക്ക് ആവശ്യം വരും. പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചു. അതിലോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. അതിലോട്ട് കുറച്ച് വറ്റൽമുളകും വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. കുറച്ച് മല്ലിയിലയും, ഇത് ഫ്രഷ് ക്രീമാട്ടോ, അതും കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച പാസ്ത അതിലോട്ട് ഇട്ട് കൊടുക്കുക. നേരത്തെ എടുത്ത് വെച്ച വെള്ളം ഉണ്ടല്ലോ, പാസ്തൻ്റെ തിളപ്പിച്ച വെള്ളം, അതും അതിലോട്ട് ഒഴിച്ച് കൊടുത്തു. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് ചീസ് അതും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മളെ പാസ്ത റെഡി കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ സ്കൂളിട്ട് വന്നു. ഓർക്ക് ഇതൊക്കെ തിന്നാൻ കൊടുത്ത് ഞങ്ങൾ അവിടുന്ന് മക്കളായിട്ട് കുളത്തേക്ക് കുളിക്കാൻ പോവാട്ടോ. റിക്കിയുണ്ട് ഞങ്ങളെ കൂടെ. അവിടെ ചെന്നപ്പോ നിച്ചു ഇതങ്ങനെ ഓടിക്കളിക്കണ്. വെള്ളം നല്ല തെളിയില്ല വെള്ളാട്ടോ. പക്ഷെ എന്റെ ഫോണിൽ എന്താവോ അതിനൊരു തെളിച്ചം കാണുന്നില്ല. അങ്ങനെ നിബു ഒക്കെ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഇറങ്ങാൻ നിൽക്കുക കേട്ടോ വെള്ളത്തില്. നല്ല മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ അവിടെ. അങ്ങനെ നിബു അത് ഇറങ്ങി ചാടിക്കളിക്കൽ തുടങ്ങി. ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ഓടി വന്ന് ചാടാൻ വയ്ക്കുന്നൊക്കെ പറഞ്ഞാണ്ട് നിബു അതൊരു ചാട്ടം അങ്ങോട്ട് ചാടിട്ടോ. വെള്ളത്തിൽ ഇറങ്ങി കിട്ടിയാൽ പിന്നെ ഓലയിന്ന് കയറാൻ കുറച്ച് പണിയൊക്കാറട്ടോ. ഞാൻ പറഞ്ഞു മതി ഇനി നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോട് പറയുന്നുണ്ട്. അങ്ങനെ വെള്ളത്തെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പത്തിന് ഇക്ക കുറച്ച് പഴമൊക്കെ വാങ്ങിക്കാണ്ട് വന്നിരുന്നു. അപ്പം നോക്കുമ്പോൾ ഒരു വേറെ വെറൈറ്റി പഴം കേട്ടോ. ഈ പഴത്തിൻ്റെ പേരൊന്നും എനിക്കറിയൂല. ആർക്കെങ്കിലൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഓരൊക്കെ കമൻറ്റ് ചെയ്യട്ടോ. അപ്പം ഞാൻ ഇക്കാടായിരുന്നു, ഇക്ക നിങ്ങളൊന്നും ഇത് മുറിച്ച് തരുമോ വെച്ചുകാണ്ട് ഞാൻ ഇതുവരെ ആയിട്ട് ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഇക്കയാണ് എനിക്കത് മുറിച്ച് തരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല മധുരമുള്ളൊരു പഴം തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിലൊരു കുരു ഉണ്ടാവും കേട്ടോ. ഇതിങ്ങനെ കോരിയിട്ടാണ് നമ്മൾ കഴിക്കുക. അങ്ങനെയൊക്കെ കോരിയിട്ട് നിച്ചുനും നിബുവിനൊക്കെ വായിൽ വെച്ചെടുക്കുക കേട്ടോ. ഓളെ തല കുലുക്കണ കണ്ടാൽ തന്നെ അറിയും നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന്. ഇതാട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടില്ലേ ഒരു കുരു കിട്ടിയത്. ഒന്നിൻ്റെ ഉള്ളിൽ തന്നെ 3 കുരുവൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം ആരെങ്കിലും
ഈ വീഡിയോ ലൈക്ക് ചെയ്യാതെ ഷെയർ ചെയ്യാതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ